ജീവന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രോ ലൈഫ് ദിനം വിപുലമായ പരിപാടികളോടെ വടകര സെയിന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. ജീവനെ സംരക്ഷിക്കുക, സ്നേഹിക്കുക എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഡോക്യുമെന്ററി പ്രദർശനം പള്ളിയാങ്കണത്തിൽ നടന്നു. ഈ ദിനം ഇടവകയിലെ 3 അതിലധികമോ മക്കളുള്ള ദമ്പതിമാരെ ആദരിക്കുകയും ചെയ്തു. ഈ ദിനത്തോടനുബന്ധിച്ച് ജീവന്റെ മൂല്യത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ഗർഭചിത്രവും ആത്മഹത്യയും ജീവനെ ഹനിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഗൗരവകരമായ തെറ്റാണെന്ന് കോഴിക്കോട് അതിരൂപത പ്രോ ലൈഫ് ഡയറക്ടറും വടകര സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ദേവാലയത്തിന്റെ വികാരിയുമായ ഫാദർ ഡെന്നി മോസസ് ഉദ്ബോധിപ്പിച്ചു. ഇന്ന് കോഴിക്കോട് അതിരൂപതയില് പ്രോ ലൈഫ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. യഥാർത്ഥത്തില് മാർച്ച് 25-ാം തീയതിയാണ് പ്രോ ലൈഫ് ഡേ ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ രൂപതകളില് ഞായറാഴ്ചകളിലാണ് ആളുകളെല്ലാം ദിവ്യബലിക്കായിട്ട് ഒത്തുചേരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർച്ച് 25-ാം തീയതി 22-ാം തീയതിയിലേക്ക് മാറ്റിക്കൊണ്ട് 22-ാം തീയതി പ്രോ ലൈഫ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്ന പ്രോ ലൈഫ് മൂവ്മെന്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാല് ജീവന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് പ്രോ ലൈഫ് മൂവ്മെന്റ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് പഠിപ്പിക്കുന്നുണ്ട്, ജീവൻ അമ്മയുടെ ഉദരത്തിൽ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അതിന്റെ സ്വാഭാവിക മരണം വരെ അത് സംരക്ഷിക്കപ്പെടണമെന്നാണ് തിരുസഭ പഠിപ്പിക്കുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പ്രോ ലൈഫ് മൂവ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പള്ളികളില്, പ്രത്യേകിച്ച് കോഴിക്കോട് അതിരൂപതയുടെ എല്ലാ ഇടവകകളിലും ഇന്ന് പ്രോ ലൈഫ് ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജീവനെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചു കുട്ടികൾക്കുള്ള, അതായത് നഴ്സറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് രചനാ മത്സരങ്ങൾ, കലാമത്സരങ്ങൾ ഇതെല്ലാം നടത്തുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് കുട്ടികളെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. ഇടവക ശുശ്രൂഷാ സമിതിയും മതബോധന വിഭാഗവും സംയുക്തമായാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത്. ചടങ്ങിൽ സെന്റ് ആന്റണീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സരിത, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സന്തോഷ് കദളിക്കാട്ടിൽ, മറ്റു ഇടവകാംഗങ്ങളും പങ്കെടുത്തു.